ഇപ്പോൾ നമുക്കിപ്പം ഇക്ബാൽ തുടരുന്നുണ്ട്. ഇക്ബാൽ, ഇതാണ് മിനിസ്റ്ററുടെ പ്രതികരണം നമ്മൾ കേട്ടു. മിനിസ്റ്റർ അതിനകത്ത് അല്പം പ്രകോപിതനായിട്ടുണ്ട്. കാരണം ഈ പണം ഇടപെടുന്നതിന് മിനിസ്റ്റർ എങ്ങനെ ഇടപെടും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കാര്യം മിനിസ്റ്ററുടെ ഓഫീസിൽ വെച്ച് നടന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ പ്രീതി യഥാർത്ഥത്തിൽ മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് അത്ര വലിയ സ്വാധീനമുള്ള ആളാണോ ഇക്ബാൽ? അരുൺ, അതായത് പ്രീതി ജനതാദളിന്റെ സജീവ പ്രവർത്തകയും നല്ലേപ്പിള്ളിയിലെ വാർഡ് മെമ്പറുമാണ്. സ്വാഭാവികമായും മിനിസ്റ്ററിന്റെ ഓഫീസിൽ വെച്ചും അതുപോലെ തന്നെ സർക്കാർ പരിപാടിയാണെന്ന് പറയുമ്പോൾ ആളുകൾ ഇതിൽ വിശ്വസിച്ച് പോവുകയായിരുന്നു. അങ്ങനെയാണ് 300-ലധികം ആളുകൾ മിനിസ്റ്ററിന്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ചിറ്റൂരിലെ ഈ സീറ്റ് സൊസൈറ്റിന്റെ ഓഫീസുകളിലേക്കെല്ലാം എത്തുകയും ചെയ്യുന്നത്. ഇവരുടെ വാക്ക് കേട്ടാണ് വിശ്വസിച്ച് പല ആളുകളും ഈ മേഖലയിലേക്ക് എത്തി. ഇവർക്ക് 60,000-ലധികം രൂപ നൽകുകയും ചെയ്തത്. ഈ പ്രീതി, അതായത് നല്ലേപ്പിള്ളിയിലെ ഈ പഞ്ചായത്ത് അംഗമായിട്ടുള്ള പ്രീതി രാജന്റെ വാക്കുകേട്ട് മറ്റു പല ജനപ്രതിനിധികളും അവർക്ക് അറിയുന്ന ആളുകളെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ അനുഷ എന്നെല്ലാം ഉഷ പോലുള്ള ആളുകൾ പറയുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുവന്ന് ചേർക്കുകയും ചെയ്തു. ഇപ്പോൾ അവരെല്ലാം ഇവരെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ വീട്ടമ്മമാർ ഇപ്പോൾ മുഴുവനും ചിറ്റൂർ പോലീസിനെ സമീപിച്ച് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞ് പണം പിരിക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ ഇവരെല്ലാം വിശ്വസിച്ച് അതിൽ വഞ്ചിതരാവുകയാണ് എന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ഏതായാലും ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പ്രദേശത്തെ കോൺഗ്രസിനെയും BJPനെയും ആവശ്യം. അതുപോലെ തന്നെ ഈ വീട്ടമ്മമാർ പറയുന്നത് തങ്ങൾക്ക് ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറം തങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള പണം കിട്ടണം. കാരണം കയ്യിലുണ്ടായിരുന്ന സ്വർണം പണയം വെച്ചും അതുപോലെ തന്നെ അതായത് പലിശയ്ക്ക് പൈസ എടുത്താണ് പല ആളുകളും ഈ വണ്ടി കിട്ടുമെന്നൊരു വിശ്വാസത്തിൽ പണം നിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷേ ആ പണം ഇപ്പോൾ ഈ പലിശയ്ക്ക് എടുത്ത പൈസ പോലും തിരിച്ചടക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഇടപെട്ടുകൊണ്ട് ഈ തുക പൂർണ്ണമായും തിരിച്ചു വാങ്ങി തരണമെന്നാണ് ഈ വീട്ടമ്മമാർ ഓരോരുത്തരും പറയുന്നത്. ജനതാദളിന്റെ പ്രവർത്തകർ, ഇപ്പോൾ ഉഷ ഉൾപ്പെടെയുള്ള ജനതാദളിന്റെ നിരവധി പ്രവർത്തകരും ഈ ഒരു പദ്ധതിയിൽ വഞ്ചിതരായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ചിറ്റൂർ മേഖലയിൽ പെരുമാട്ടിയിലും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പ്ര വരെയുള്ള പല മേഖലകളിലായി 350-ലധികം വീട്ടമ്മമാരാണ് അരുൺകുമാർ ഇത്തരത്തിൽ ഇവരുടെ വാക്കുകളിൽ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച് വഞ്ചിതരായിരിക്കുന്നത്. ഇത് വിശ്വസിച്ചതിന്റെ കാരണം, പണം കൊടുത്തതിന്റെ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, അനുഷ എന്ന് പറയുന്ന മറ്റൊരു വാർഡ് മെമ്പർ പറഞ്ഞു ഇതൊരു സർക്കാർ പരിപാടിയാണ്, 60,000 രൂപ സബ്സിഡി കിട്ടും, 60,000 രൂപ കൊടുത്താൽ വണ്ടി കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സർക്കാർ പദ്ധതിയാണെന്ന് ഇവർ വിശ്വസിപ്പിക്കാൻ വേണ്ടി മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി പണമിടപാട് നടത്തി. യഥാർത്ഥത്തിൽ കേരള സംസ്ഥാന സർക്കാരുമായിട്ടോ കേന്ദ്ര സർക്കാരുമായിട്ടോ ഈ പരിപാടിക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഒരു NGOയുടെ പ്രതിനിധിയുടെ പണം ഒരു വാർഡ് മെമ്പർ വാങ്ങി പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പരാതി. അത് ഗൗരവമുള്ള വിഷയമാണ്. തീർച്ചയായും അരുൺകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ ഓഫീസിലെ അംഗങ്ങളും പറയുന്നത്. കാരണം അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. PA ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ വീട്ടമ്മമാർ പറയുന്നത്. മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം വേണം. പല ആളുകളും പണം നഷ്ടപ്പെട്ട സമയത്ത് മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ PA ഉൾപ്പെടെയുള്ളവർ ഫോൺ എടുത്ത് പണം നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഏതെങ്കിലും രീതിയിൽ പണം തിരിച്ചു വാങ്ങി തരണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വീട്ടമ്മമാർ മന്ത്രിയുടെ ഓഫീസിലുള്ള PAമാരുമായി സംസാരിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുമായി സംസാരിച്ചിരുന്നു എന്നാണ് ആ വീട്ടമ്മമാർ തന്നെ ഇപ്പോൾ നമ്മളോട് തത്സമയം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവർക്കെതിരെ ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രീതി ഉൾപ്പെടെയുള്ള സീഡ് സൊസൈറ്റിയുടെ പാലക്കാട് ജില്ലയിലെ വിവിധ കോർഡിനേറ്റർമാരും ഇപ്പോൾ അനന്തകൃഷ്ണനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർ ആദ്യഘട്ടത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ ചിറ്റൂരിലെ DYSPമാർക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും പാലക്കാട് ജില്ലയിലെ വിവിധ DYSPമാർക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഈ കോർഡിനേറ്റർമാർ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾ ഉൾപ്പെടെ ഇതിൽ പറ്റിക്കപ്പെട്ടതാണ്. തങ്ങൾ ഈ ജില്ലാ കോർഡിനേറ്റർമാരുടെ വാക്ക് വിശ്വസിച്ചാണ് പ്രീതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലേക്ക് പോയി ഈ പദ്ധതിയിലേക്ക് പോയി ചേർന്നതും കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചതെന്നാണ് അവരുൾപ്പെടെ പറയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. കാരണം ചിറ്റൂർ മേഖലയിൽ മാത്രം 350-ലധികം വനിതകൾ എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ മറ്റു മേഖലകളിൽ പരിശോധിക്കുകയാണെങ്കിൽ കേസുകളുടെ എണ്ണം 3000-ലധികമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരത്തും ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ ആലത്തൂരും കൊല്ലങ്കോടും നെന്മാറയിലുമെല്ലാം ഇത്തരത്തിൽ ഈ പാതിവര തട്ടിപ്പിൽ ഇരയായവർ നിരവധി ആളുകളാണ്. ഇവരോടെല്ലാം ഇത്തരത്തിൽ സർക്കാർ പദ്ധതി പ്രകാരമാണോ അല്ലെങ്കിൽ വനിതകൾക്കുള്ള പ്രത്യേക പദ്ധതി പ്രകാരമാണോ ഇത്തരത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഉൾപ്പെടെ പരിശോധിക്കേണ്ടത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുമ്പോൾ ഏതായാലും ഈ വീട്ടമ്മമാരുടെ പരാതികൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ചിറ്റൂരിലെ കോൺഗ്രസിനെയും അതുപോലെ BJPയുടെയും എല്ലാം ആവശ്യം. അങ്ങനെ പാതിവില തട്ടിപ്പ് കേസിൽ നിർണായകമായ ചില കാര്യങ്ങൾ പുറത്തുവരുന്നു. ഒരു മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തന്നെ ഈ പണമിടപാട് നടന്നു
എന്നാണ് പണം കൊടുത്തവർ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം കൈമാറിയിരിക്കുന്നത്. പ്രീതിയാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. 60,000 രൂപ, 30,000 രൂപയുടെ 2 കെട്ടുകളായിട്ട് 60,000 രൂപയും ഒപ്പം 5,900 രൂപയും അത് ബാങ്ക് അക്കൗണ്ട് വഴിയും ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറയുന്നത്. പണം കൊടുത്തു എന്നുള്ളത് ഒരുപക്ഷേ ഇവരൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് എങ്ങനെ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി, മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ പണമിടപാടിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ്.